നാസർമുല്ല മാണപ്പന്തൽ ആകം പോകുന്നേ ആഹദോന്റെ കിറുഫയിൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ റമദാന് മുമ്പ് ചെയ്തു വയ്ക്കുന്ന കുറച്ച് പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ. അടുക്കളയിലുള്ള പണി കുറക്കാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി ചെയ്തു വയ്ക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതാ രാശിയുടെ തേങ്ങ കുടച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. ഇത് നമുക്ക് ചിരകി സൂക്ഷിക്കാനുള്ളതാണ്, പക്ഷെ ചിരകിയിട്ട് സമയം പോണതിനേക്കാളും എളുപ്പവഴി ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തേങ്ങ ഉടച്ചിങ്ങായിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. കുറച്ച് നേരം അല്ല കേട്ടോ, തലേ ദിവസം രാത്രിയാണ് നമ്മളിത് ചെയ്യുന്നത്. ചിക്കൻ കട്ട് ചെയ്യുന്നതും തേങ്ങ ഉടച്ച് ഫ്രിഡ്ജിൽ വെക്കണമൊക്കെ തലേ ദിവസം രാത്രിയാണ് കേട്ടോ. ബാക്കിയൊക്കെ പിറ്റേ ദിവസം തന്നെ ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ ഇതേമാതിരി വാങ്ങുന്ന സമയത്ത് എന്നെ കൊണ്ട് കട്ട് ചെയ്യിക്കാറില്ല കേട്ടോ. രാശി തന്നെയാണ് എനിക്ക് കട്ട് ചെയ്ത് തരാറ്. അപ്പോൾ ചിക്കൻ ഇവിടെ ധാരാശി കട്ട് ചെയ്യുന്നുണ്ട്. ഈ ചിക്കൻ കട്ട് ചെയ്തിട്ട് ഇപ്പം നമ്മളൊന്നും ചെയ്യുന്നില്ല കേട്ടോ, നേരെ ഫ്രിഡ്ജിൽ വെക്കാണ്. പിറ്റേ ദിവസം രാവിലെ തുടങ്ങിയിട്ട് വന്നിട്ട് ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ തുടങ്ങുള്ളൂ. അപ്പം ഞങ്ങളിവിടെ ഇതാ വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ചിക്കനൊക്കെ ഇതാ ഇവിടെ കട്ട് ചെയ്ത് കഴിയാനായിട്ടുണ്ട് കേട്ടോ. രാശി ചിക്കൻ കട്ട് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കത്തിയും കട്ടിമ്പോഴും ഒക്കെ കഴുകി വൃത്തിയാക്കിച്ചിട്ടാ പോവുള്ളൂ. ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഒരു പ്രശ്നമാണ്, എന്തെങ്കിലും ഒരു പണി കിച്ചണിൽ ചെയ്യാൻ നിൽക്കുമ്പോൾ ഒരു 100 പ്രാവശ്യം കൈ കഴുകും. അങ്ങനെ പിറ്റേന്ന് രാവിലെ നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഈ ചെറുനാരങ്ങ നീരില്ലേ അത് എടുത്തിങ്ങാനിട്ട് ഐസ് ക്യൂബ് ആക്കി ഇങ്ങാനിട്ട് വെക്കണം കേട്ടോ. അപ്പം ഞാൻ ചെറുനാരങ്ങയൊക്കെ ആദ്യം നന്നായിട്ടൊന്ന് കഴുകി എടുത്തിങ്ങാനിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാതും കൂടെ. ഇത്രയാണ് കേട്ടോ നമ്മളിപ്പോൾ എടുക്കണുള്ളൂ. ഇത് തന്നെ അത്യാവശ്യം ഉണ്ടാവും. പിന്നെ ഈ കത്തി നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് വരുന്നത്. ഇതും പിന്നെ ഇതിൻ്റെ ഒരു ചെറുതും പിന്നെ വെട്ടോത്തി പോലത്തതും. ഇത് മേടിക്കുന്ന സമയത്ത് ഇതിന് ഇത്രയും മൂർച്ച ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 6 മാസത്തോളം ആയിട്ടുണ്ട്. ഇപ്പോഴും അതേ മൂർച്ച തന്നെയുണ്ട്. നമുക്ക് ഈ നാരങ്ങ നീര് എടുക്കാം കേട്ടോ. ഇതിനകത്താകുമ്പോൾ ഒരു തരി പോലും നീര് പോവാണ്ട് നമുക്ക് മുഴുവനായിട്ട് കിട്ടും കേട്ടോ. അത് കുരുല്ലാത്ത ചെറുനാരങ്ങയാണ് കേട്ടോ. പിഴിഞ്ഞ് നേരം കളയുന്നേക്കാളും എന്തുകൊണ്ട് എളുപ്പം ഇതുമല്ല ചെയ്യാനാണ് കേട്ടോ. ആ തൊണ്ട് മാത്രമായിട്ട് നമുക്ക് കിട്ടും. അത്രയും ഫുള്ള് നീര് നമുക്ക് അതിൽ എടുക്കാൻ പറ്റും. ഞാനിനി ഇത് മൊത്തം ഒന്ന് നീരെടുക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതാ ലാസ്റ്റ് ഇതും കൂടെ എടുക്കണം. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. ഇതിൽ നമ്മളിനി വെള്ളം ചേർക്കുക അല്ലെങ്കിൽ പഞ്ചസാര മിക്സ് ചെയ്യുക ഒന്നും ചെയ്യൂല കേട്ടോ. ഞാൻ ഈ തൊണ്ട് കളയാണ് കേട്ടാ ചെയ്തത്. പിന്നെയാണ് ഞാൻ ആലോചിച്ചത് അത് ഉപ്പിലിട്ട് വെക്കായിരുന്നു എന്നുള്ളത്. ഉപ്പിലിടാന്നുള്ള ചിന്ത വരുന്നതിന് മുന്നേ അത് വേസ്റ്റ് ഹോട്ടലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മളെടുത്ത ചെറുനാരങ്ങയുടെ നീരില്ലേ അത് ഇതുപോലെ ഒരു ഐസ് ട്രേയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നേരെ ഫ്രീസറിൽ വെക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ഈ നോമ്പറക്കുന്ന സമയത്ത് നാരങ്ങ വെള്ളം അല്ലെങ്കിൽ വിംട്ടൊക്കെ കലക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് 1-2 ക്യൂബ് ഇട്ട് കൊടുത്തുങ്ങാണ്ട് പഞ്ചസാര ഇട്ട് ഇളക്കിയാൽ മതി. ഇതിനകത്ത് ബാക്കി കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. അതൊന്ന് ഐസാക്കി കിട്ടിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഒഴിച്ചിങ്ങാണ്ട് ഐസാക്കി എടുക്കാം. ഇനി നമ്മൾ അടുത്ത പണി എന്ന് പറയുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇതൊക്കെ തൊലി കളയുക, പേസ്റ്റ് ആക്കുക, അങ്ങനെയുള്ള കുറച്ച് പണികളാണ് കേട്ടോ. നമ്മൾ ഈ റമദാൻ പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സമയം വേണ്ടി വരുന്നത് ഈ വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി ഇതൊക്കെ തൊലി കളഞ്ഞ് അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണേലാണ് കേട്ടോ. പക്ഷെ ഇപ്പൊ കുറച്ച് സമയം പോയാലും ഇത് ഭയങ്കര നല്ലൊരു എളുപ്പ വഴിയാണ് കേട്ടോ. ഈ നോമ്പിനൊന്നല്ല എപ്പോഴാണെങ്കിലും നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്ന സമയത്ത് ഇത് ഇതുപോലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിൽ പണി ഭയങ്കര പെട്ടെന്ന് കഴിയോട്ടാ. അപ്പോൾ ഇതാ ഞാൻ വെളുത്തുള്ളിയുടെ ആ പാടില്ലേ അതൊക്കെ കളഞ്ഞു കാണിച്ച് ആദ്യം അത് അല്ലിയാക്കിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. അതിന് ശേഷം തൊലി കളയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് പണി കഴിയും. നമ്മളില്ലേ ഏതൊരു പണി ചെയ്യുമ്പോഴും അത് ഇങ്ങനെ സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ചെയ്യാൻ നോക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും. നമുക്കങ്ങനെ ഭാരമായിട്ട് തോന്നിയില്ല കേട്ടോ. പിന്നെ ഇങ്ങനത്തെ പണികളൊക്കെ എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇങ്ങനെ ഓരോന്നിങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണതും അങ്ങനെയുള്ള പരിപാടികളൊക്കെ എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇവിടെ ഈ വെളുത്തുള്ളി മുഴുവൻ ഞാൻ അല്ലിയാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ നാട്ടിലെ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് മടിയാണ് തൊലി കളയാനായിട്ട്. പക്ഷേ ഈ വെളുത്തുള്ളി നമുക്ക് വലിയ പണിയില്ലല്ലോ, പെട്ടെന്ന് തൊലി കളഞ്ഞ് കിട്ടും. നല്ല വലിയ വെളുത്തുള്ളിയല്ലേ. അപ്പം ഇനി നമുക്ക് ഈ വെളുത്തുള്ളി മുഴുവനൊന്ന് തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പം തൊലി കളഞ്ഞത് ആ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇഞ്ചിയും കൂടെ ഒന്ന് തൊലി കളഞ്ഞെടുക്കണം കേട്ടോ. അതിന് ശേഷം രണ്ടും കൂടെ കഴുകിയെടുക്കാം.
അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ മേടിച്ചിരിക്കുന്നത് ഇന്ത്യൻ്റെ ഇഞ്ചിയാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മറ്റേ വലിയ ഇഞ്ചിയാണ് മേടിക്കാറുള്ളത്. കാരണം ഇന്ത്യൻ്റെ ഇഞ്ചി മിക്കപ്പോഴും ഈ ഉണങ്ങിയ പോലെയാണ് ഇരിക്കുന്നത് കാണാറുള്ളത് കൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും വലിയ ഇഞ്ചിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇപ്രാവശ്യം നോക്കുമ്പോൾ സഫാരിയിൽ നല്ല പച്ച ഇന്ത്യൻ്റെ ഇഞ്ചി കണ്ടു കേട്ടോ. അപ്പോൾ പിന്നെ കൈയോടെ അത് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഇഞ്ചിയുടെ തൊലിയാളഞ്ഞിങ്ങാനും എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം വാറ്റാൻ വെക്കാം കേട്ടോ. നമ്മുടെ ചോറിനുള്ള അരിയൊക്കെ കഴുകി വാറ്റി വെക്കൂലേ, ആ പാത്രത്തിലാണ് കേട്ടോ ഞാനിത് വെള്ളം വാറ്റാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. വെള്ളം ഇല്ലാണ്ട് വേണം കേട്ടോ ഇതിൻ്റെ ബാക്കി പണി നമുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ അതവിടെ വെള്ളം പോണ സമയം കൊണ്ട് നമുക്ക് ഈ ചെറിയുള്ളിയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ, തൊലി അളഞ്ഞെടുക്കാം കേട്ടോ. ഈ ചെറിയുള്ളിയൊക്കെ നമ്മൾ ഈ നോമ്പിന് തന്നെയല്ല മിക്കപ്പോഴും ചെറിയുള്ളിയൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്ന സമയത്ത് അപ്പം തന്നെ തൊലി കളഞ്ഞിങ്ങാനിട്ട് ബോക്സിലാക്കി വെക്കണം കേട്ടോ ചെയ്യാറ്. ചെറിയുള്ളി നമ്മൾ ഈ കക്ക, ചെമ്മീൻ അതൊക്കെ ഇങ്ങനെ കുത്തിക്കാച്ചൂലേ, അതുപോലെ പരിപ്പ്, പയറ്, കടല അതൊക്കെ കുത്തിക്കാച്ചില്ലേ, അതിനാണ് കൂടുതലായിട്ടും ചെറിയുള്ളി എടുക്കാറ്. പിന്നെ മീൻകറിയൊക്കെ കാച്ചാനായിട്ട്. അപ്പോൾ ഈ ഒരു കണ്ടെയ്നറിലാണ് കേട്ടോ നമ്മൾ ഈ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ഇട്ട് വെക്കാറ്. അപ്പോൾ അതിൻ്റെ അടിയിൽ ടിഷ്യൂ വെച്ചിട്ട് നമ്മൾ ആ പാത്രങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയുള്ളി അതിനകത്ത് ഇട്ട് വെക്കാം കേട്ടോ. സാധാരണ ഇതിനകത്ത് നമ്മൾ വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് അതൊക്കെയാണ് ഇട്ട് വെക്കാറുള്ളത്. ഇപ്രാവശ്യം നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊന്നും വെക്കണില്ല. ചെറിയുള്ളിയും വേപ്പിലയും മല്ലിയിലയും പുതിനയിലാണ് ഇട്ടാ വെക്കുന്നത്. അപ്പോൾ ചെറിയുള്ളി നമ്മളവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ നമ്മൾ ഈ കറിവേപ്പിലില്ലേ അതിൻ്റെ ആയ ഒരു തണ്ടൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കറിവേപ്പിലയും കൂടെ അതിനകത്ത് ആക്കി വെക്കുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊന്നും വെക്കാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രീസറിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ആ ചെറിയുള്ളിയും കറിവേപ്പിലയും ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയിലയും പുതിനയിലയും ഇതിനകത്ത് അരിഞ്ഞു വെക്കണം കേട്ടോ. അത് വെക്കുന്ന സമയത്ത് കാണിച്ചു തരാവേ. അപ്പോഴത്തേന് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ വെള്ളം വാർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇഞ്ചി കുറച്ച് വലിയ പീസ് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടുങ്ങാനിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതിട്ടാ. ചില ഇതിൽ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടൊക്കെ അരച്ചെടുത്ത് സ്റ്റോർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ ഓയിലോ വെള്ളമോ ഒന്നും ഒഴിച്ചു കൊടുക്കാറില്ല. ഇത് മാത്രം ഇട്ടുങ്ങാനിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കും. നമ്മുടെ അടുത്തുള്ളത് 2 ലിറ്ററിൻ്റെ ചോപ്പറാണ് കേട്ടോ. അതുകൊണ്ട് ഒന്നിച്ച് അതിനകത്ത് തന്നെ ഇട്ടുങ്ങാനിട്ട് ഒറ്റ ഇതിൽ തന്നെ നമുക്ക് പണി കഴിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അതാ നമ്മളതൊക്കെ എല്ലാം അവിടെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമുക്കൊരു ട്രേയിലോ അല്ലെങ്കിൽ പ്ലേറ്റിലോ ഇങ്ങനെ വെച്ചിങ്ങാനിട്ട് പരത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ടിപ്പ് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. ഇത് ഒന്നിച്ച് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ സിബ്ലോ കവറിലോ ആക്കിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് എടുക്കുന്ന സമയത്ത് കുറച്ച് പാടുപെടും. പക്ഷെ അതിനേക്കാളും എളുപ്പത്തിൽ ഇതുപോലെ ചെയ്താൽ മതിട്ടാ. ഒരു നല്ലൊരു ട്രേയിലോ പ്ലേറ്റിലോ ഇതുപോലെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അധികം തിക്കായിട്ട് പരത്തരുത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. ഇതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇത് നമ്മൾ നേരെ ഫ്രീസറിൽ വെക്കൂലേ, ഫ്രീസായി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ക്യൂബായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം തന്നെ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിന് ഫ്രീസറിൽ നിന്ന് സെറ്റ് ആവട്ടെ. നമ്മളിവിടെ ആ വെള്ളക്കടലയും കറുത്ത കടലയും ഗ്രീൻ പീസും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഗ്രീൻ പീസ് നമ്മൾ കുറച്ച് വേവിക്കാനും കൂടെ എടുക്കും കേട്ടോ. അപ്പോൾ അതവിടെ കുതിർന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി പരിപാടികൾ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ ഇന്നലെ ഉടച്ചു വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആശയമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെ ചിരട്ടേന്ന് ഈസി ആയിട്ട് എടുക്കാനുള്ള പരുവത്തിലാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങയുടെ ഫുള്ള് സൈഡ് ഇങ്ങനെ കൊട്ടിക്കൊടുക്കും. അപ്പം നമ്മൾ ഉടച്ചിങ്ങായിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് നേരെ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലത്തെ തൊലി ആദ്യം ഞാൻ കത്തി വെച്ചാണ് കാണിച്ചെങ്കിലും കത്തി കൊണ്ടല്ല നമ്മൾ ആ പീലർ വെച്ചിങ്ങാനിട്ട് ഒന്ന് പീൽ ചെയ്ത് എടുത്തിങ്ങാനിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടാ. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിങ്ങാനിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഈ ചിരകിയുള്ള നേരം പോവില്ല, പെട്ടെന്ന് തന്നെ ഇതും കഴിഞ്ഞു കിട്ടോട്ടാ. ഇനി ഇത് നമുക്ക് ഇതുപോലെ ക്രഷ് ചെയ്തിങ്ങാനിട്ട് നേരെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. ശരിക്കും നമ്മൾ ചിരകി എടുത്ത മാതിരി തന്നെ കിട്ടോട്ടാ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. ഇനി നമുക്ക് ബാക്കിയുള്ള തേങ്ങയും കൂടെ ഇതുപോലെ ഇടാം കേട്ടോ. ഒന്നിച്ചിട്ട് കൊടുക്കരുത്, കുറച്ചായിട്ട് ക്രഷ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലതൊക്കെ അതുപോലെ തന്നെ കിടക്കും. കുറച്ചായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ചിരകിയ പോലെ തന്നെ കിട്ടും. അപ്പം ഇനി ബാക്കിയുള്ളതും നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം അവിടെ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇത് നമുക്ക് ഓരോ സിബ്ലോ കവറിലാക്കി വെക്കാം. അപ്പോൾ സിബ്ലോ കവറിലാക്കുന്ന സമയത്ത് ഒന്നിച്ചാക്കരുത് കേട്ടോ. ഒരു അരഭാഗത്തോളം ആക്കി കഴിഞ്ഞിട്ട് ഇതുപോലെ പരത്തി കൊടുക്കണം കേട്ടോ വേണ്ടത്. അരഭാഗമല്ല, അരമുക്കാൽ ഭാഗത്തോളം ആക്കി കഴിഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ട് പരത്തി കഴിഞ്ഞിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ നമ്മൾ പിന്നെ പുറത്ത് വെച്ച് ഐസ് പോയിട്ട് എടുക്കാനൊന്നും നിൽക്കണ്ട. അതുപോലെ ഒന്ന് ഒടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ പീസായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ പരത്തി പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. 4 കവർ കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ഇനി ഇത് നമുക്ക് നേരെ ഫ്രീസറിൽ വെക്കാം. ലാസ്റ്റിൽ നമ്മളിതുപോലെ ഫ്രീസ് ചെയ്ത് വെച്ച എല്ലാ സാധനങ്ങളും ഒന്നിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഞാൻ 3 ഭാഗമായിട്ട് വെച്ചിട്ടുണ്ട്. 1 കറിക്കുള്ളതും, 2 വേവിക്കാനുള്ളതും, 3 നമ്മുടെ പിസ്സ അതൊക്കെ ഉണ്ടാക്കൂലേ അതിന് വേണ്ടിയിട്ട് മസാല തേക്കാനും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട്. അപ്പം നമുക്ക് ആദ്യം വേവിക്കാനുള്ളത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് കൊടുത്തിട്ടാണ് അത് വേവിച്ചെടുക്കുന്നത്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കനും ബീഫും നമ്മൾ ഇതുപോലെ വേവിച്ചിങ്ങാണ്ട് ചോപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടാക്കി വെക്കുക, സമൂസ ഉണ്ടാക്കി വെക്കുക, അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. നമ്മൾ അപ്പാപ്പം ഉണ്ടാക്കി വെക്കുള്ളൂ. പക്ഷെ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കി വെക്കാറുണ്ട്, വേറെ ഒന്നും അങ്ങനെ ഉണ്ടാക്കി വെക്കാറില്ല കേട്ടോ. ഉന്നക്കായ മാത്രമേ ഉണ്ടാക്കി വെക്കാറുള്ളൂ. അപ്പോൾ ചിക്കൻ അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കറിക്കുള്ളത് ഇതുപോലെ ഒരു സിബ്ലോ കവറിലാക്കി ഇങ്ങാണ്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് തീരുന്ന സമയത്ത് നമ്മൾ അടുത്തത് മേടിച്ചിട്ട് അതും ഇതുപോലെ ചെയ്യോട്ടെ. ഇപ്പോൾ ഈ വേവിച്ച് ചോപ്പ് ചെയ്യുന്നതൊക്കെ അത്യാവശ്യം കുറേ ദിവസം നിൽക്കും കേട്ടോ. പിന്നെ ഇനി നമ്മൾ കറിക്കുള്ളത് മാത്രമേ മേടിക്കുള്ളൂ. അങ്ങനെ അതൊരു സിബ്ലോ കവറിലാക്കി വെള്ളം കളഞ്ഞിട്ടാണ് കേട്ടോ സിബ്ലോ കവറിലാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നേരെ ഫ്രീസറിൽ വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ പിസ്സ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കൂലേ, അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, സോയാ സോസ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ ഒരു ചില്ലി സോസ് ഇല്ലേ അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ സൊർക്കയോ ചെറുനാരങ്ങ നീരോ ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ. കാരണം നമ്മുടെ ചില്ലി സോസിന് ചെറിയതായിട്ട് പുളിയുണ്ട് കേട്ടോ. അതുകൊണ്ട് വേറെ സൊർക്കയൊന്നും ഒഴിച്ചു കൊടുക്കണില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിച്ചിങ്ങാണ്ട് നേരെ നമുക്ക് സിബ്ലോ കവറിലാക്കി വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ പൊരിക്കാനുള്ള ചിക്കനൊന്നും മസാല തേച്ച് വെക്കണില്ല കേട്ടോ. അതൊക്കെ നമ്മൾ അപ്പാപ്പം തന്നെ ചെയ്യുള്ളൂ. ഈ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതൊക്കെ നമ്മൾ കൂടുതലും അത്താഴത്തിനല്ല എടുക്കുന്നത്. അപ്പം അത് നമ്മൾ നോമ്പറന്നതിന് സമയത്ത് മസാല തേച്ച് വെച്ചിട്ട് അത്താഴത്തിൻ്റെ സമയത്ത് ഫ്രൈ ചെയ്യുക, അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. പിന്നെ നമ്മൾ അത്താഴത്തിനുള്ള കുറച്ച് സാധനങ്ങളും സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ വഴിയേ കാണാം. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയില്ലേ അത് നല്ല ഫ്രീസ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് പൊക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഒടിച്ചൊടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യത്തിൽ തന്നെ അങ്ങനെ ചെയ്ത് കൊടുത്തത്. ഇനി ഇത് നമുക്ക് ഓരോ ക്യൂബായിട്ട് മാറ്റി എടുക്കാം കേട്ടോ. അതാ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഈ ക്യൂബുകളെല്ലാം കൂടെ നമുക്ക് സിബ്ലോ കവറിൽ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് 1 or 2 ക്യൂബ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. എടുക്കാനും സുഖമാണ്. ഫ്രിഡ്ജിൽ വെക്കേണ്ട, ഫ്രീസറിൽ തന്നെയാണ് കേട്ടോ ഇനി സിബ്ലോ കവർ വെക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ചിക്കൻ വേവിച്ചിങ്ങായിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ചൂടാറാൻ വേണ്ടിയിട്ട്. ഇനി അതിനകത്ത് നമ്മൾ ബീഫും കൂടെ ഇട്ടുങ്ങായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. കുക്കറൊന്ന് കഴുകി എടുത്തുങ്ങായിട്ട് ബീഫ് കഴുകി അതിനകത്തിട്ട് കുരുമുളക്, മഞ്ഞൾപ്പൊടി, കറിമസാലപ്പൊടി, ഉപ്പ് ഇത്രയും മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ബീഫ് വേവിച്ചെടുക്കുന്നത്. മുളക് പൊടി ചേർക്കണില്ല. നമ്മളിപ്പോൾ കട്ട്ലേറ്റ് ആണെങ്കിലും റോളാണെങ്കിലും ഒക്കെ ചെയ്യുമ്പോൾ മസാലയിൽ മുളക് പൊടി ഇടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കണില്ല കേട്ടോ. ഇതിപ്പോൾ വേവിച്ചെടുക്കുന്നത് മഞ്ഞൾപ്പൊടി, കറിമസാലപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്ര ഇട്ടുങ്ങാണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്യാനുള്ള ബീഫ് മാത്രമാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. കറിക്കുള്ളത് നമ്മൾ വേറെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ചിക്കൻ ഇവിടെ ചൂടാറി കഴിഞ്ഞപ്പോൾ അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അല്ല നമുക്ക് കൈ കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ പിച്ചി എടുക്കുക, ഇത്തിരി വലിയ പീസ് പോലെ. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്തെടുത്താലും മതി. ഞാനെപ്പോഴും ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ ചെയ്യാറുള്ളത്. ഇതാകുമ്പോൾ ഒറ്റ പ്രസ്സിലും കൂടെ ചോപ്പ് ചെയ്ത് കിട്ടും. ഇനി ഇത് നമുക്ക് നേരതായി ഇതുപോലെ സിബ്ലോ കവറിലാക്കി വെക്കാം കേട്ടോ. എല്ലാം കൂടെ ഒന്നിച്ച് ഒരു കവറിലാക്കരുത്. ഇതുപോലെ 3/4 ഭാഗത്തോളം ഒരു കവറിലാക്കിങ്ങായിട്ട് ഒന്ന് ഇതുപോലെ പരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ 2 പാക്കറ്റ് കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് നേരെ ഫ്രീസറിലേക്ക് തന്നെ വെക്കാം കേട്ടോ. ചിക്കൻ നമുക്ക് വേണമെങ്കിൽ പൊരിച്ചിട്ടാണെങ്കിലും ഇതുപോലെ ചോപ്പ് ചെയ്ത് വെക്കാം കേട്ടോ. പക്ഷെ അതിനേക്കാളും ഒന്നും കൂടെ നല്ലത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിങ്ങായിട്ട് വേവിച്ചിട്ട് ചൂടാറി കഴിയുമ്പോൾ ചോപ്പ് ചെയ്തെടുക്കുന്നതാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ബീഫും വെന്തിട്ടുണ്ടായിരുന്നു. അതും ചൂടാറി കഴിഞ്ഞപ്പോൾ ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതും നേരത്തെ നമ്മൾ ചിക്കൻ ചെയ്ത മാതിരി തന്നെ സിബ്ലോ കവറിലാക്കിയിട്ട് 2 പാക്കറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതും നേരെ ഫ്രീസറിലേക്ക് വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ കടലയും പരിപ്പും ഗ്രീൻ പീസും ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതുപോലെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം നമുക്ക് സിബ്ലോ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കണം. ഇതിൽ നമ്മൾ ഗ്രീൻ പീസ് പകുതി മുക്കാലും സിബ്ലോ കവറിലാക്കി വെക്കും. കുറച്ച് നമുക്ക് വേവിക്കാൻ വേണം കേട്ടോ. അതായത് നമ്മുടെ സമൂസകൾക്കൊക്കെ എടുക്കൂലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ പീസ് കുറച്ച് നമ്മൾ വേവിച്ചിട്ടാണ് ഫ്രീസറിൽ വെക്കുന്നത്. ബാക്കി നമ്മൾ അതുപോലെ തന്നെ സിബ്ലോ കവറിലാക്കിയിട്ട് വെക്കണം കേട്ടോ ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മളിപ്പോൾ കറി വയ്ക്കുന്ന സമയത്ത് നേരെ കുറച്ചെടുക്കുക, കുക്കറിലിടുക, വേവിക്കുക, അങ്ങനെ ചെയ്താൽ മതി.
അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കണ്ടേ, ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിവിടെ വെള്ളക്കടലയും മറ്റേ കറുത്ത കടലയും സിബ്ലോ കവറിലാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതാ ഗ്രീൻ പീസും എടുത്ത് സിബ്ലോ കവറിലാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി ഗ്രീൻ പീസ് നമുക്ക് വേവിച്ചിട്ട് ഫ്രീസ് ചെയ്ത് വെക്കാനുള്ളതാണ് കേട്ടോ. ഇതും നമ്മൾ ഈ കടലയും ഗ്രീൻ പീസും ഇതും ഇതുപോലെ തന്നെ നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണ് കേട്ടോ ചെയ്യാം. ഇത് മൂന്നും മാത്രം നമ്മൾ ഇതുപോലെ ചെയ്ത് വെക്കണുള്ളൂ കേട്ടോ. പരിപ്പ് പയറ് കടലൊന്നും ചെയ്ത് വെക്കുന്നില്ല, കാരണം അതൊന്നും നമ്മൾ അധികം ഉപയോഗിക്കുന്നുമില്ല. അതുകൊണ്ട് ഇത് മൂന്നും മാത്രമാണ് ഇങ്ങനെ ചെയ്ത് വെക്കണുള്ളൂ. ഈ ഗ്രീൻ പീസ് വേവിക്കുന്നതൊക്കെ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. ഇത് പാർട്ട് 2 എന്തായാലും ഇടുന്നുണ്ട്, കാരണം ഇതിനകത്ത് തന്നെ എല്ലാം വരുമ്പോൾ ഭയങ്കര ലെങ്തായി പോകും കേട്ടോ വീഡിയോക്ക്. അതുകൊണ്ട് നമ്മൾ 2 പാർട്ടായിട്ട് ഇടാം കേട്ടോ. പിന്നെ നമ്മൾ ചെറുനാരങ്ങയുടെ നീര് ക്യൂബാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതാ ഇതുപോലെയാണ് ഇട്ടാ കിട്ടുക. അപ്പം നമ്മൾ നാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന്ന് 2 ക്യൂബിടെ പഞ്ചസാരയുടെ ഇളക്കുക, അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ബാക്കിയുള്ളത് മൈസായത് നേരതാ ഇതുപോലെ സിബ്ലോ കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരെ ഫ്രീസറിൽ വെക്കാം കേട്ടോ. ഇതിന് നമ്മൾ ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് എല്ലാം കൂടെ കട്ട പിടിക്കുകയൊന്നുമില്ല കേട്ടോ. ഇത് ക്യൂബായിട്ട് തന്നെയാണ് വേർതിരിഞ്ഞ് തന്നെയാണ് ഇരിക്കുക. അങ്ങനെ നമ്മുടെ നാരങ്ങയുടെ ഇതോടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരെണ്ണം ഇട്ടാൽ മതി, നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് അതിൽ നിന്ന് 1 ക്യൂബ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള നാരങ്ങളത്തിനായിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കുറച്ച് ദിവസം തന്നെ നിൽക്കും. അപ്പം ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെല്ലാം അടുത്ത പാർട്ടായിട്ട് ഇടാം. എല്ലാം കൂടെ ഒറ്റൊരു വീഡിയോ ആയിട്ട് ഇടുമ്പോൾ ഭയങ്കര ലെങ്ത് ആവും കേട്ടോ. അപ്പം നമ്മളാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഒരു ദിവസവും ബാക്കി പിറ്റേ ദിവസമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ചെയ്ത കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വരും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അടുത്ത ദിവസം കാണാം.